ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു സീക്രട്ട് ബോക്സുമായിട്ടാണ്. ഇതാണ് എൻ്റെ പിങ്ക് സീക്രട്ട് ബോക്സ്. ഇതിലെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മേക്കപ്പിനെ കുറിച്ചാണ്. നമുക്ക് എത്ര എളുപ്പത്തിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഗാർണിയർ ലൈറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് പിന്നെ തുടച്ചതിന് ശേഷം നമ്മൾ ഫേസ് ക്രീം അപ്ലൈ ചെയ്യാം. ഫേസ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ബയോ എസൻസ് എന്ന് പറഞ്ഞ ഒരു ഫേസ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫേസ് ക്രീം യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും. അത് നമ്മൾ ഫേസ് ക്രീം എടുത്തിട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും റബ്ബ് ചെയ്താക്കിയാൽ മതി. അത് കഴിഞ്ഞ് ഫേസ് ക്രീം ഒന്ന് ഇത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ഫ്യൂ സെക്കൻഡിന് ശേഷം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാം. ഇതാണ് പ്രൈമറിൻ്റെ ട്യൂബ്. ഇത് നമ്മൾ എടുത്തിട്ട് കയ്യിൽ, ഞാനിപ്പോൾ കയ്യിൽ ഇവിടെ അങ്ങനെ ആക്കി വെക്കും. അത് ഈസി ആട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിൽ ഇങ്ങനെ ഇവിടെ ആക്കിയിട്ട് പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ സർക്കിളായിട്ട് ക്ലോക്ക് വൈസിൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുക. എവിടെയാണോ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ അതിങ്ങനെ റബ്ബ് ചെയ്ത് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുക. നോസിലും എവിടെ ചിന്നിലും ചീക്കിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എസ്റ്റി ലോഡർ എന്ന് പറഞ്ഞ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഫൗണ്ടേഷൻ്റെ ബ്രഷ് ഉണ്ടാവും. ആ ബ്രഷ് കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. താഴത്തുനിന്ന് മുകളിലേക്കാണ് ബ്രഷ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ യൂസ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും അത് അപ്ലൈ ചെയ്യാം. കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് മാജിക് ടച്ച് കൺസീലർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ, അതായത് എവിടെയാണോ ഡാർക്ക് സർക്കിൾ ഉള്ളത്, നമുക്ക് എന്താണ് മുഖത്തുള്ള ഈ പിമ്പിൾ എന്തെങ്കിലും കറുപ്പ് ഡോട്ടുകൾ അങ്ങനെയൊക്കെ അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് പിന്നെ കണ്ണിൻ്റെ താഴെ, നമ്മൾ എല്ലാവരുടെ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ടാവില്ല. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഒരു 2-3 ഡോട്ട് ഇട്ടാൽ മതി. ചെറുതായിട്ട് ഡോട്ട് ഇട്ടാൽ മതി. ഒന്നിൽ നമുക്ക് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡബ് ചെയ്യാം. എന്നിട്ട് കൺസീലർ അങ്ങനെ ഡബ് ചെയ്തിട്ട് ഫേസിൽ റബ്ബ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൺസീലറിൻ്റെ ബ്രഷ് ഉണ്ട്. ഈ ബ്രഷാണ്. ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ മുഖത്തൊക്കെ നല്ലോണം റബ്ബ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. അതിങ്ങനെ ഈ ഫൗണ്ടേഷനിലേക്ക് അത് നമ്മളെ സ്കിന്നിൻ്റെ കളർ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് അറിയില്ല, കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്തതൊന്നും അറിയില്ല. അത് ഈ സ്കിന്നിലേക്കും ഈ ഫൗണ്ടേഷനിലേക്കും എല്ലാം ബ്ലെൻഡായിട്ട് വരും. പിന്നെ അതിനുശേഷം നമ്മൾ സെറ്റിംഗ് പൗഡർ അപ്ലൈ ചെയ്യാം. അപ്പോൾ സെറ്റിംഗ് പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നതാണ് മേക്കപ്പ് ഫോർ എവർ എന്ന് പറഞ്ഞ സെറ്റിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പാരീസ് ബേസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ മുഖത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാം. വെറുതെ മുഖത്ത് വെറുതെ ചുളിവും ഓരോന്ന് വരുത്തണ്ടല്ലോ. നല്ല സാധനമായി കഴിഞ്ഞാൽ അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി അത് നിലനിർത്താൻ വേണ്ടി സഹായിക്കും. നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഒന്നും വരില്ല. പിന്നെ നമ്മൾ ബ്ലഷർ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ള ബ്ലഷർ എന്ന് വെച്ചാൽ വലിയൊരു ബോക്സിൽ ഒരുപാട് കളർ ബ്ലഷർ ഉണ്ട് എൻ്റെ കയ്യിൽ. മോഡൽസ് പെർഫർ എന്ന് പറഞ്ഞ ഒരു മേക്കപ്പ് കിറ്റാണിത്. ഇതിൽ ഒരുപാട് തരം ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ബ്ലഷർ എടുത്തിട്ട് ബ്ലഷർ നമ്മൾ ഇവിടെ അങ്ങനെ നോസിന് ഇവിടെ അങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ ഈ 2 ഭാഗത്തും, അതായത് പിങ്ക് എടുത്തിട്ട് ഈ 2 സൈഡിലും അപ്ലൈ ചെയ്യാം. അതിനുശേഷം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണം. അതായത് നോസൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ നോസിൻ്റെ ഇവിടെ അങ്ങനെ 2 സൈഡിലും കുറച്ച് ഡാർക്ക് കളറിൽ ഹൈലൈറ്റർ കൊടുക്കും. അപ്പോൾ നോസ് ശരിക്കും ഇങ്ങനെ എടുത്ത് കാണിക്കാം. പക്ഷേ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യില്ല കേട്ടോ, കാരണം ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ വാങ്ങാൻ മറന്നുപോയി ഹൈലൈറ്റർ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാൻ അത് യൂസ് ചെയ്യില്ല, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ണിൻ്റെ മേക്കപ്പാണ്. അതിന് ഫസ്റ്റ് നമ്മളിത് അപ്ലൈ ചെയ്യാം. ഇത് ഐ പ്രൈമറാണിത്. ഇത് എന്താ ഷാഡോ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണിത്. ഇതെന്ന് വെച്ചാൽ ഐ പ്രൈമർ എന്ന് വെച്ചാൽ യുണീക്ക് കളറാട്ടോ. അത് നമ്മുടെ സ്കിൻ കളർ നോക്കിയിട്ടല്ല നമ്മൾ ചൂസ് ചെയ്യുക. അത് ഒരു യുണീക്ക് കളറാണ്. അത് എല്ലാവർക്കും ഒരേ കളർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ പ്രൈമർ ഇങ്ങനെ
അതിൻ്റെ നമ്മൾ വളരെ കുറച്ച് എടുത്താൽ മതി. ചെറിയൊരു ടൈനി ഡോട്ട് പോലെ കണ്ണിൻ്റെ മുകളിൽ ഈ 2 ഭാഗത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഐ പ്രൈമർ. പിന്നെ നമ്മൾ അതിനുശേഷം ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ അറിയാമല്ലോ, കണ്ണിന് ജസ്റ്റ് ഇങ്ങനെ ഈ ഐബ്രോസിൻ്റെ താഴെ കൊടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള കളറ്. പിന്നെ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ മാച്ച് ചെയ്തിട്ട് ഇവിടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം 2 കണ്ണിനും. ഐ ഷാഡോ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം. ഐലൈനർ യൂസ് ചെയ്തതിന് ശേഷം ഐലൈനർ നമുക്ക് ഇവിടെ എഴുതാം. അതുപോലെ കാജൽ, കൺമഷി, കൺമഷി എഴുതാം. ഐലൈനർ ഇവിടെ മുകളിൽ എഴുതാം, കൺമഷി എഴുതാം. പിന്നെ അതിനുശേഷം നമുക്ക് മസ്കാര, കണ്ണിൽ 2 പീലിയിലും ഇവിടെ ഈ 2 സൈഡിലായിട്ട് മസ്കാര എഴുതാം. പിന്നെ അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക്ക്, ലിപ് ഗ്ലോസ് ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. ഫസ്റ്റ് തന്നെ ലിപ് ഗ്ലോസ് ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. പിന്നെ ഐബ്രോസ് എഴുതുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഐബ്രോസ് എഴുതാം. സോ സിമ്പിൾ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫേസ് ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുക. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ ക്രീം, നിങ്ങളുടെ സ്കിൻ ട്യൂണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടേക്കാണോ ഡാർക്ക് സർക്കിൾ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രം കൺസീലർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ് പൗഡർ, അതിനുശേഷം നമ്മൾ ബ്ലഷർ അപ്ലൈ ചെയ്യുക. ഇവിടെ നോസിൻ്റെ അടുത്ത് ഈ 2 ചീക്കിലും അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുക. ഹൈലൈറ്റർ ഞാൻ അപ്ലൈ ചെയ്യില്ല, അതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ നമ്മൾ കണ്ണിനുള്ള മേക്കപ്പാണ്. അപ്പോൾ പ്രൈമർ ഉണ്ട്, അത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോയ്ക്ക് ശേഷം ഐലൈനർ എഴുതുക. അത് കഴിഞ്ഞിട്ട് മസ്കാര എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്പ് ഗ്ലോസ് ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുക. പിന്നെ ഐബ്രോസ് എഴുതുന്ന ആൾക്കാർക്ക് ഐബ്രോസ് എഴുതുക. പിന്നെ നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, ആ സ്പ്രേയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഡൺ. ഇതാണ് സെറ്റിംഗ് സ്പ്രേ. ഞാൻ യൂസ് ചെയ്യുന്ന സെഫോറേൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ എല്ലാ മേക്കപ്പും വാങ്ങിയിരിക്കുന്നത് സെഫോറേന്ന് കേട്ടോ. എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവമാണ് വാങ്ങിയിരിക്കുന്നത്.